വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ റെസിപ്പി. നല്ല വൈറ്റ് കളറിൽ നല്ല ഫ്ലേവറോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ സ്റ്റൂ ആണ്. ഞങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ കറി പീസാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. ബാക്കിയുള്ള ചിക്കൻ കറി പോലൊന്നുമല്ല, ഈ ഒരു സ്റ്റൂവിൻ്റെ അകത്ത് ഒരുപാട് മസാലകളോ സാധനങ്ങളോ ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് 4 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം വലിപ്പമുള്ള ഉള്ളി ഇതുപോലെ ഹാഫ് എടുത്തിട്ട് അതിനെ നുറുക്കിയിട്ടുണ്ട്. ഹാഫ് ഉള്ളി മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ച് ഹോൾ മസാല ഇടുന്നുണ്ട്. ഒരു ബേ ലീഫ്, 3 ഏലക്കായ, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരുപാട് ഗരം മസാലയും ബാക്കി മസാലപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും. ആ ഒരു വൈറ്റ് കളർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ മാത്രമേ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി, അടി പിടിക്കാതിരിക്കാൻ. അതിനുശേഷം കുക്കർ അടച്ച് വയ്ക്കുക. എന്നിട്ട് 2 വിസിലാവുന്നത് വരെ വേവിക്കാം. 2 വിസിലായിട്ട് നമുക്ക് കുക്കർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അതിന് മുന്നേ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അക്കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 2 വിസിലായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള പ്രഷർ കളയുക. എന്നിട്ട് കുക്കർ തുറക്കുക. അതല്ല, നിങ്ങൾ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രമാണ് കുക്കർ തുറക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കന് അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മട്ടണും ബീഫും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പം കുക്കറിൻ്റെ അകത്തുള്ള പ്രഷറൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുക്കർ മൂടി തുറക്കുകയാണ്. കുക്കർ തുറന്നു കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് അടിഞ്ഞു പോകരുത്, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും വന്നിട്ടുണ്ട്, ചിക്കനിലുള്ള സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, തൈരാണ്. എൻ്റെ അടുത്ത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ 2 വലിയ സ്പൂണ് തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതിയാവും, 1 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കട്ടയില്ലാതിരിക്കാനാണ്. അതുപോലെ തൈര് ഡയറക്റ്റായിട്ട് ചൂടുള്ള കറിയിലേക്ക് ഒഴിക്കരുത്, അത് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, ചിക്കനിൽ വന്നിട്ടുള്ള ആ ഒരു സ്റ്റോക്കില്ലേ, അത് കുറച്ച് നമ്മുടെ തൈരിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ തൈരിൻ്റെ ചൂടും കറിയുടെ ചൂടുമായിട്ട് ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ആ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നിങ്ങൾക്ക് പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പാകമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് തിളക്കട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 മുറി തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. 1-ാം പാൽ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് അത് തിളപ്പിക്കാൻ പാടില്ല, അപ്പം ആ ഒരു ഫ്ലേവറൊക്കെ പോവും. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയില്ല തേങ്ങാപ്പാൽ എടുക്കാനെന്നാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽപ്പൊടിയും ഉപയോഗിക്കാം. അതൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ച പാടന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കാനുണ്ട്. സാധാരണയായിട്ട് കല്യാണ വീട്ടിലും അല്ലാതെ ഒക്കെ വെക്കുമ്പം സ്റ്റൂ ഒക്കെ വെക്കുന്ന സമയത്ത് മലബാർ സൈഡിൽ
എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടി കുതിർത്തിട്ട് അരച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെളുത്ത കസ്കസ് കുതിർത്ത് അരച്ചിട്ടോ ചേർക്കും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇവിടെ വെളുത്ത കസ്കസ് കിട്ടാനില്ല. അതുപോലെ തന്നെ ഞാൻ കശുവണ്ടി ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് ഇപ്പം മാർക്കറ്റ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്കൊക്കെ ഫ്രഷ് ക്രീം കിട്ടും. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇതിൽ മൂന്നിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള സ്റ്റൂ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് കട്ടി കൂട്ടാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് അത്രയും മതി. അത്രയും ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല ക്രീമിയും വൈറ്റും നല്ല ഫ്ലേവറുള്ള കറിയായിട്ട് വരും. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ നേരത്തെ ഓഫ് ചെയ്തിട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് ഇതാ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വറവിടാം. സ്റ്റൂ വറവിടുക എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഒരു കഷ്ണം വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും വേണം. ആദ്യം നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മല്ലിയും കരിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറി ഇതിലേക്ക് ഒഴിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മിക്സ്ചർ വേണമെങ്കിൽ എടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്റ്റൂ റെഡിയാണ്. പിന്നെ ചിലർക്ക് സ്റ്റൂവിൻ്റെ അകത്ത് തക്കാളി ഇടുന്നത് ഇഷ്ടമുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ തക്കാളി ചേർത്തിട്ടില്ല. കാരണം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കറിയൊക്കെ ചൂടാക്കുന്ന സമയത്തൊക്കെ തക്കാളിയിൽ നിന്നുള്ള കളർ ഇളകിയിട്ട് സ്റ്റൂവിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പം തക്കാളി ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ആ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയമില്ലേ, ആ ഒരു സമയത്ത് ഒരു തക്കാളി എടുത്തിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ട് കീറിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഒരുപാട് തിളപ്പിക്കരുത്, ആദ്യം ഇടരുത്. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ കളർ മാറും. ചിലർ മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട് സ്റ്റൂവിൻ്റെ അകത്ത്. ഞാനിപ്പം അതൊന്നും ഇടാൻ പ്രിഫർ ചെയ്യുന്നതല്ല. കാരണം ആ ഒരു കളറും ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് സ്റ്റൂ ഉണ്ടാക്കി നോക്കുക. ഇത് വെള്ളപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ഇപ്പോൾ അതാ ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ കറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കാണാൻ കറി കുറച്ച് തിക്ക് കുറഞ്ഞ പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേങ്കിൽ ഈ കറി നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് തിക്കാവും. കാരണം ഇതിൽ നമ്മൾ ക്രീമും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. കറി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള കട്ടിയിൽ ഈ കറിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഒന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മുടെ മലബാർ സൈഡ് ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.